ഒരു ഉയർച്ച എന്ന് പ്രാപിക്കാൻ കഴിയുമെന്ന് ചോദ്യവുമായി ജീവിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് എന്നെങ്കിലും ഒരു ഉയർച്ച കർത്താവ് തരും. അതിനുത്തരം ഇന്ന് ദൈവവചനത്തിലൂടെ ഒരു പ്രവചന ദൂതായി ദൈവം സംസാരിക്കുക. ആവർത്തന പുസ്തകം 28-ാം അധ്യായം. യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഇതാരോടാ ദൈവം സംസാരിക്കുന്നതെന്ന് 28-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലുണ്ട്. ദൈവത്തിന്റെ വാക്ക് കേട്ട്, ദൈവവചനം പ്രമാണിച്ച്, ദൈവത്തെ അനുസരിച്ചു നീ ജീവിച്ചാൽ ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന ഈ അന്തരീക്ഷം മാറാൻ പോവാം. ബൈബിളിലെ ഏറ്റവും വലിയൊരു സന്ദേശമാണ് ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റും. ഞാൻ ചിലരോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയുക, നിന്റെ സ്ഥിതി മാറാൻ സമയമായി. അതിനകത്തെ ഒരു പദം ഞാൻ അല്പനേരം ധ്യാനിക്കാനായിട്ട് എടുക്കുക. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. വളരെ പരിശ്രമങ്ങൾ നടത്തിയിട്ടും ഉയർച്ചയുടെ ഒരു പടി ചവിട്ടാൻ കഴിയാത്ത ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരശുദ്ധരല്ല, ആവോളം വിശുദ്ധരായി ജീവിക്കുന്നവർ. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലം തൊട്ടേ ഞങ്ങളുടെ കുടുംബത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയുന്നില്ല. ചില നന്മ നിന്റെ വീട്ടുവാതുക്കൽ വന്ന് വഴിമാറിപ്പോകെ, സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ട സമയം കഴിഞ്ഞു, നിന്റെ കുടുംബത്തിൽ ഉയർച്ച പ്രാപിക്കേണ്ട സമയം കഴിഞ്ഞു. നിന്നെ ദൈവം ഉയർത്തിയിട്ട് നിന്നിലൂടെ എന്തെല്ലാം ദൈവവേലകളും ദൈവരാജ്യത്തിന്റെ പ്രവൃത്തികളും നടക്കേണ്ടതാ. പക്ഷെ നിന്റെ ഉയർച്ചയെ മുഴുവൻ തടഞ്ഞിട്ടിരിക്കുക. എന്നാൽ ദൈവം നിന്നോട് സംസാരിക്കുക, ഈ ദിവസങ്ങളിൽ ദൈവത്തെ അനുസരിക്കുക, ദൈവവചനം പ്രമാണിക്കുക. യോബ് പറയുന്ന പോലെ ആഹാരത്തെക്കാൾ വലുതായി വചനം കാണാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ വലിയ കൊള്ള കണ്ടു കിട്ടിയ പോലെ ദൈവവചനത്തിൽ ആനന്ദിക്കുക. സ്തോത്രം. അങ്ങനെ നിന്റെ ജീവിതത്തെ സമൂലമായി ഒന്ന് മാറ്റിയെടുത്താൽ ദൈവം നിന്നോട് സംസാരിക്കുക, ഇനിയും നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും. നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം, നിന്റെ ജീവിതത്തിന്റെ താഴ്ചയുടെ കാലങ്ങൾ മാറുക, നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുടെ കാലങ്ങൾ ആരംഭിക്കുക. ഇനിയും നിന്നെ വാലല്ല ദൈവം തലയാക്കി മാറ്റും. നമുക്കൊന്നിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വർഷങ്ങളായി ഒരു ഉയർച്ച കൊതിച്ചിട്ടും ഉയരുവാൻ കഴിയാതെ ഇവരനുഭവിക്കുന്ന പരാജയത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിക്കണം. അവരുടെ ജീവിതത്തിൽ ദൈവം ഒരു ഉയർച്ച കൽപ്പിക്കണം. അവരിലൂടെ ദൈവവേല നടക്കട്ടെ, അവരിലൂടെ ദൈവരാജ്യം പണിയപ്പെടട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നീ താഴ്ച പ്രാപിക്കത്തില്ല, നീ ഉയർച്ച പ്രാപിക്കും. അങ്ങനെ വിശ്വസിക്കാം. ഗോഡ് ബ്ലസ് യു.